Hello students, good morning. നമ്മൾ ഇന്നത്തെ പോർഷൻസ് എന്ന് പറയുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ് അന്ന് നോട്ട് അയച്ചു തന്നായിരുന്നു. അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്ന 4th മൊഡ്യൂളിലുള്ള ഒരു കണ്ടന്റ് ആണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻസ് ആണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ആണ് വിച്ച് റെഗുലേറ്റ് ദി ഇന്റർനാഷണൽ ട്രേഡ്. ഇന്റർനാഷണൽ ട്രേഡിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ആണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ്. ഇത് കൊണ്ടുവന്നത് 1995 ജാനുവരിയിലാണ് ഫസ്റ്റ് കമന്റ് ചെയ്തത്. അപ്പൊ 94ൽ 123 നേഷൻസ് ആണ് ഇതിൽ സൈൻ ചെയ്തത്. അപ്പം പിന്നെ അതിനെ റീപ്ലേസ് ചെയ്ത് ഗേറ്റ് അഗ്രിമെന്റുമായിട്ട് ഇതിനെ റീപ്ലേസ് ചെയ്തു. ദെൻ ഇതിൽ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ പറയുന്ന എല്ലാ ബിസിനസ് ആക്ടിവിറ്റീസും ഇന്റർനാഷണൽ ലെവലിലുള്ളതിനെ ഇത് എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നുണ്ട്. ദെൻ ഇത് ഇതിന്റെ ബിഗിനിങ് എന്ന് പറയുന്നത് 1995 ജാനുവരിയിലാണ് വന്നത്. പിന്നെ ഇതിനെ 2 വേ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അതിൽ ഫസ്റ്റ് വരുന്നത് വൺ ഓഫ് ദി മേജർ ട്രേഡ് അഗ്രിമെന്റ് ഇൻ ടു ഗാറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് സൗണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫൂട്ടിങ്സ് ഇൻ ഗാറ്റ്. അങ്ങനെ 2 ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫാക്ട് എന്ന് പറയുന്നത് ഇതിന്റെ ലൊക്കേഷൻ ജനീവയിലാണ്. ജനീവ സ്വിറ്റ്സർലാൻഡില്. ദെൻ ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1995 ജാനുവരിയിലാണ്. ഉറുഗ്വേ നെഗോഷിയേഷൻസിലാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്. 2015 വരെ ഇതിൽ 162 കൺട്രീസ് ആണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും. പുതിയതായിട്ടുള്ള റീസെന്റ് ഇയേഴ്സിൽ എന്താണ് എത്രയാന്നുള്ളത് നോക്കണം. ഇതിന്റെ സ്റ്റാഫ് ആരാണെന്ന്, എത്ര സ്റ്റാഫ് ഉണ്ടെന്ന് നോക്കണം. ഹെഡ് എത്ര പേരുണ്ടെന്ന് കൂടെ നമ്മൾ നോക്കണം. ഞാൻ എന്തിനു വേണ്ടിയിട്ട് ഇത് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ലെവലിൽ വരുന്ന ഡിസ്പ്യൂട്ടിന്, സെറ്റിൽമെന്റിൽ വരുന്ന ഡിസ്പ്യൂട്ട്, ട്രേഡിൽ വരുന്ന ഡിസ്പ്യൂട്ടിന് സെറ്റിൽ ചെയ്യാനും, അതുപോലെ തന്നെ പുതിയ ട്രേഡ് അഗ്രിമെന്റിൽ പുതിയ എന്താണ് ഇംപ്ലിമെന്റേഷൻസ് കൊണ്ടുവരാനും, അതുപോലെ തന്നെ എന്തെങ്കിലും ഇത് ട്രേഡ് പോളിസീസ്, എഫക്റ്റീവ് ആയിട്ടുള്ള ട്രേഡ് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതുപോലെ എല്ലാ നേഷൻസിലെയും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് വന്നത്, ഈ WTO വന്നത്. അതുപോലെ ഈ പറഞ്ഞ ഫങ്ഷൻസ് ആണ് ഇവർ ചെയ്യുന്നത്. ഏത് ഫോറം ഫോർ ട്രേഡ് നെഗോഷിയേഷൻസ്, then handling trade dispute, monitoring national trade policies, technical assistance and training for developing countries, cooperations with other international organizations. ഇങ്ങനെ വരുന്ന ഫങ്ഷൻസ് ആണ് ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ ട്രേഡ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻസിൽ വരുന്ന മോസ്റ്റ് ഫോർവേഡ് നേഷൻസ് എന്ന് വെച്ചാൽ എല്ലാ പീപ്പിളെയും അല്ലെങ്കിൽ എല്ലാ നേഷൻസിലുള്ള പീപ്പിളെയും ഒന്നുപോലെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് മോസ്റ്റ് ഫോർവേഡ് നേഷൻസിൽ പറയുന്നത്. അപ്പൊ അത് വരുന്നത് എന്താന്ന് വെച്ചാൽ most forward nation means any trade concessions offered by one member of WTO to another member must be offered to all other members. ഒരു കൺട്രിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഫെസിലിറ്റീസും ഇവർ എന്ത് ചെയ്യും, മറ്റു മെമ്പർ കൺട്രീസിനും കൊടുക്കുന്നതായിരിക്കും. ഇതിൽ വരുന്നതാണ് നാഷണൽ ട്രീറ്റ്മെന്റ്. നാഷണൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ goods, imported goods should not be discriminated against the domestic goods, meaning thereby the same treatment has to be accorded to both domestic and foreign market. ഫോറിൻ മാർക്കറ്റിലും ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഒരേ ലെവലിലാണ് ഇവര് ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെയിം റൂൾ ഫോർ ഓൾ കൺട്രീസ് എന്നാണ് പറയുന്നത്. എല്ലാ കൺട്രീസിലും ഒരേ ലെവലിലാണ് ഇവര് ട്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതിൽ വരുന്നത് ഫ്രീറർ ട്രേഡിംഗ് സിസ്റ്റം ആണ്. അതെന്ന് പറഞ്ഞാൽ ബാരിയേഴ്സ് വിച്ച് എക്സിസ്റ്റ് ഷുഡ് കം ഡൗൺ ആൻഡ് ഇഫ് ദർ ആർ എനി പ്രോബ്ലം ഹി ഷുഡ് ബി സോർട്ടഡ് ബൈ ത്രൂ നെഗോഷിയേഷൻസ്. എന്തെങ്കിലും ബാരിയർ ഉണ്ടെങ്കിൽ ആ നെഗോഷിയേഷൻസിൽ എന്ത് ചെയ്യും, ഇവര് അതിനെ ബാരിയറിനെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്താണ് പ്രഡിക്റ്റബിലിറ്റി ട്രേഡിംഗ് സിസ്റ്റം ആണ്. പ്രഡിക്റ്റബിലിറ്റി ട്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഫോറിൻ കമ്പനീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗവൺമെന്റ് ഷുഡ് ബി
confident that trade barriers, including tariff, non-tariff barriers, and other measures would not be raised rapid. More and more tariff rates are bound against subsequent increases. ലാണ് predictability പറയുന്നത്. നെക്സ്റ്റ് വൺ മോർ കോമ്പറ്റേറ്റീവ് ട്രേഡിംഗ് സിസ്റ്റം ആണ്. ഇതെന്ന് പറയുന്നത് ഇവർ ഡിസ്കറേജിങ് അൺഫെയർ പ്രാക്ടീസസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻകറേജ് ചെയ്യുന്നത് ഡെവലപ്മെന്റ് ആൻഡ് എക്കണോമിക് റിഫോംസിനെയാണ് ഡെവലപ്മെന്റ് ചെയ്യുന്നത്. അതുപോലെ സ്പെഷ്യൽ കൺസിഡറേഷൻ ഫോർ ലെസ് ഡെവലപ്ഡ് കൺട്രീസിന് ഇവർ എന്ത് കൊടുക്കുന്നുണ്ട്, സ്പെഷ്യൽ കൺസിഡറേഷൻസ് കൊടുക്കുന്നുണ്ട്. ദെൻ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം മിനിസ്റ്റർ കോൺഫറൻസ് ആണ്. അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോഡി, ജനറൽ കൗൺസിൽ ആൻഡ് ട്രേഡ് പോളിസി. ദെൻ ജനറൽ കൗൺസിലെ 4 കൗൺസിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റോൾ എന്ന് പറയുമ്പോൾ ദ മെയിൻ ഗോൾ ഓഫ് WTO is help the trading industry to become smooth, fair, free and predictable. It was organized to become the administrator of multilateral trade and business agreement between its member nations. Member nationsനെ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം, അതിന് എങ്ങനെ നമുക്ക് ബിസിനസ് ഇൻഡസ്ട്രിയെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും, അതിന് വരുന്ന ഡിസ്പ്യൂട്ടിനെയൊക്കെ എങ്ങനെ റിസോൾവ് ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഗോളാണ് ആർക്കുള്ളത്, ഈ WTOക്കുള്ളത്. മറ്റൊരു പോയിന്റ്സ് എന്ന് പറയുന്നത് മൾട്ടിലാറ്ററൽ എഗ്രിമെന്റ് ആണ്. എഗ്രിമെന്റ് ബിക്കം വെരി ഡിഫിക്കൽട്ട് ടു ബി നെഗോഷിയേറ്റ്. അതുപോലെ ഈ എഗ്രിമെന്റുകളെയൊക്കെ സ്മൂത്ത് ആയിട്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ആക്കുക എന്നുള്ളതും ഇവര് മറ്റൊരു റോളാണ്. ദെൻ ട്രിപ്സ് ഇവർ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. Contain requirements the nation's laws must meet the copyrights, including the rights of performance, producers of sound recording and broadcasting organization. ഇങ്ങനെ ഒരു ട്രിപ്സിനെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്പെസിഫിക് എൻഫോഴ്സ്മെന്റ് പ്രൊസീജിയേഴ്സ്, റെമഡീസ് ആൻഡ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ ഇവരുടെ മെയിൻ ആയിട്ടുള്ള റോളാണ്. ആൻഡ് റെലവൻസ് എന്ന് പറയുമ്പോൾ the system helps promote peace. Peace-നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. The system allow dispute to be handled constructively. A system based on rules rather than power make life easier for all. Freedom trade cuts the cost of living. Then it gives consumers more choice and a broader range of qualities to choose from. Then trade raises incomes. Trade stimulates economic growth and that can be good news for employment. The basic principles make the system economically more efficient and then cut cost. Then ഇതിൽ വരുന്ന എഗ്രിമെന്റുകൾ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ റൂൾ ബേസ്ഡ് എഗ്രിമെന്റ്, നാവിഗേഷണൽ ഗൈഡ്, ഇങ്ങനെയുള്ള എന്ത് വരുന്നുണ്ട്, എഗ്രിമെന്റുകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. റീസെന്റ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ 2016 വരുന്ന ഇഷ്യൂസ് ആണ്. ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്.